നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യെസ് നോ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ? ഓക്കെ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഒരു കാര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് സാധിക്കുമോ എന്ന് പ്രപഞ്ചത്തോട് ചോദിക്കുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, ഓടിപ്പോയി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കും. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തത് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് യൂണിവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് അയക്കുന്നതായിട്ടുള്ള വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ വരുന്നത് സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് തന്നെ ഒരു സാഹചര്യം ഒരുക്കി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ രൂപത്തിൽ അവരിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്നതായിട്ടുള്ള സ്പിരിച്വൽ എനർജി തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതായി കാണുന്നു. അപ്പം നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ കാര്യം അത് ദൈവീകമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളോടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ നല്ല ദിവസത്തിന് നന്ദി പറയുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ എനർജി? ഇപ്പോൾ അനങ്ങാൻ പോലും വയ്യാത്തൊരു സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായി കാണുന്നു. ചതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ചില സൈക്കിളുകൾ അവസാനിച്ചതായി കാണുന്നു. ഇവിടെ 10 വാളുകളാണ് തറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു നല്ല പെയിൻ അനുഭവിച്ച് തീർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയമായിട്ടാണ് ഇവിടെ പ്രപഞ്ചം കാണിക്കുന്നത്. സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും ഇനി മുന്നോട്ട് പോകുന്നു. കുറേ നാളായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, റിലേഷനായിരിക്കാം. ഇവിടെ സ്റ്റക്കായി ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും ചതി നിങ്ങൾക്ക് കിട്ടി അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ സണ്ണ് വരുന്നുണ്ട്, പ്രകാശം വരുന്നുണ്ട്, അന്ധകാരം നീങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുന്ന ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.